ഇനി ഞാൻ ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ അലിയക്കുട്ടി അമ്പലത്തിൽ പോകാമെന്ന് കരുതി കേട്ടോ. ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എടപ്പള്ളി രാജകുടുംബത്തിൻ്റെ ഒരു കുടുംബക്ഷേത്രമാണ് കേട്ടോ ഈ അമ്പലം. എറണാകുളം സിറ്റി ഇത്രയും ഡെവലപ്ഡ് ആയിട്ടും പണ്ടത്തെ ആ ഒരു തനിമ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു എടപ്പള്ളി ഗണപതി ക്ഷേത്രം. അല്ലെങ്കിൽ ബാക്കിയുള്ള അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്, കാരണം അവിടെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയ നഗരമധ്യത്തിൽ ഇത്രയും കാമായിട്ടുള്ളൊരു പ്ലേസ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് അവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. കുറേ നേരം നമുക്ക് എത്ര ഒരു സ്ട്രെസ് ഉണ്ടെങ്കിലും അവിടെ വന്ന് അതൊക്കെ മാറും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അമ്പലത്തിൻ്റെ അകത്ത്, അതായത് ആ നാലുകെട്ടിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമ്മൾ വെളുപ്പിനേ പോകണം. ഒരു 8:30 ആകുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് പുറത്ത് മാത്രമേ ചുറ്റി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ക്ഷേത്രം ആയതുകൊണ്ട് മിക്കപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. പക്ഷേ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതി ഹോമം, പിന്നെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതാണ്. എക്സാമൊക്കെ വരുമ്പോൾ എന്നെ അച്ഛൻ രാവിലെ കൊണ്ടുപോകും തേങ്ങ ഉടയ്ക്കാനൊക്കെ ആയിട്ട്. പിന്നെ പ്രസാദമായിട്ട് ഉണ്ണിയപ്പമൊക്കെ കിട്ടും.